ഹലോ നമസ്കാരം. ഇതൊരു അൺബോക്സിങ് വീഡിയോയാണ്. ഞങ്ങൾ പാല ഓക്സിജനിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസം. അച്ഛനൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പോയതാണ്. അച്ഛൻ്റെ ഫോൺ കുറച്ച് ദിവസമായിട്ട് പിള്ളേർ കൊണ്ടേ നടന്ന് ആകെ നശിപ്പിച്ചായിരുന്നു. അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓപ്പോയുടെ ഒരു ഫോണായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓപ്പോയുടെ ഒരു ഫോൺ മേടിക്കാമെന്ന് ഓർത്താണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ജസ്റ്റ് സാംസങ് 15 രൂപ റേറ്റ് വരുന്ന എല്ലാ കമ്പനിയുടെ ഫോണും ഒന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇഷാൻ്റെയും ഇഷാരയുടെയും അഴിഞ്ഞാട്ടമായിരുന്നു ഓക്സിജൻ്റെ ഉള്ളിൽ. അച്ഛൻ ഓപ്പോയുടെ ഒരു ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ഓപ്പോ വേണ്ട, റെഡ്മിയോ റിയൽമിയോ അങ്ങനെ ഏതെങ്കിലും മേടിക്കാമെന്ന് ഓർത്താണ് ചെയ്യുന്നത്. അപ്പോൾ തേടിയ വള്ളി കല്ല് ചുറ്റിയതുപോലെ നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നമുക്ക് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ വിവോ Y11 ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുതിയ സെറ്റാണ്, ഡെമോ കാണിക്കാനൊന്നും കയ്യിലില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. 6500 mAh ബാറ്ററി, 1200 നൈറ്റ് ഹൈ ബ്രൈറ്റ്നസ്, ഐ കെയർ ഡിസ്പ്ലേ, പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഫോൺ. അതുപോലെ SGS 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എപ്പോഴും ഈ 12-12.5 ആ റേഞ്ചിലാണ് ഇപ്പോൾ അച്ഛന് ഫോൺ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ നിന്നും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കാമെന്ന് ഓർത്ത് സാംസങ്ങാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. പക്ഷേ സാംസങ് ഇപ്പം ഈ റേറ്റിൽ സാംസങ് ഉണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് ചാർജറോ കവറോ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛനൊക്കെ ഒത്തിരി വലിയ കവറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവരൊക്കെ സാധാ കവറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് സാംസങ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പോയതായതുകൊണ്ട് തന്നെ അച്ഛൻ കൂടുതൽ യൂട്യൂബ് കാണാനും ഫേസ്ബുക്കിനും മാത്രമാണ് മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. കോളിംഗ് തന്നെ ആണെങ്കിലും ഒത്തിരി കോളൊന്നും ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഇച്ചിരി കൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് വിവോ Y11 തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. പിന്നെ ഇൻഷുറൻസും ചെയ്തേക്കാമെന്ന് ഓർത്തു. ഇൻഷുറൻസ് ചെയ്യാനുള്ള കാരണം അച്ഛൻ്റെ ഫോൺ എപ്പം മേടിച്ചാലും പിള്ളേരുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരാണെങ്കിൽ അങ്ങോട്ടും ഇട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി ആണ് അച്ഛൻ്റെ ആദ്യത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൻ്റെ 2 പ്രാവശ്യം ഡിസ്പ്ലേ പോയി മാറുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഇച്ചിരി കൂടി ബെറ്റർ ഇതെടുക്കുവാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് സാംസങ്ങും എല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ വിവോ തന്നെയാണ് എടുത്തത്. ഈ വിവോ ഫോണൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഫോൺ? അച്ഛൻ 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അച്ഛന് കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അച്ഛന് ഇഷ്ടമായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒന്നാമത് ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഓക്സിജനിൽ ചെന്നത്. പിന്നെ ഒത്തിരി നേരം പിള്ളേരെ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. അവരെന്തെങ്കിലും ഓടി നടന്ന് ചാടിച്ചിടുകയോ പൊട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരമൊന്നും അവിടെ നിൽക്കാൻ നോക്കിയില്ല. ഫോൺ എടുത്തു, വേഗം തന്നെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.